ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് മക്കളുടെ സ്കൂൾ തുറന്നു അല്ലേ. അപ്പോൾ കുറച്ച് നേരത്തെ എണീറ്റണം കേട്ടോ അവർക്ക് ഫുഡ് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. രാവിലെ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. പിന്നെ തലേദിവസം ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗ്രീൻ പീസ് കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തേതായ ഒരു ഇതെല്ലാം സെറ്റായിട്ട് മക്കളുടെ സ്കൂളിലേക്ക് പറഞ്ഞു കേട്ടോ. മകൻ സാമിയാണ്, അപ്പോൾ അതുകൊണ്ടോട്ടോ യൂണിഫോം ഇടാത്തത്. അങ്ങനെ അവർ സ്കൂളിലേക്ക് പോയി. പിന്നെ നമുക്ക് കോഴിനും താറാവിനെയൊക്കെ ഒന്ന് തുറന്നിടാൻ ചോദിച്ചിട്ട് അതിന് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. വെള്ളമൊക്കെ വെച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒരു താറാവ് മുട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് മുട്ട മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കോഴി കുറേ കഴിഞ്ഞിട്ടോ ഇടുള്ളൂ. അത് കോഴി മുട്ടിയിട്ട് പെറുക്കാൻ നടക്കുന്നുണ്ട്, എവിടെ ഇടുകയെന്ന് അവർക്ക് തന്നെ അറിയില്ല. അപ്പോൾ അങ്ങനെ രാവിലത്തെ ഭക്ഷണം ഇഡ്ഡലിയും ഗ്രീൻ പീസ് കറിയാണ്, അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂടെ ഒരു കട്ടൻ കേട്ടോ. വീട്ടിൽ പശുവുണ്ട്, പാലാർക്കുണ്ടെങ്കിലും ഞാൻ പാൽ ചായ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. കട്ടനാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാൻ കട്ടൻ ചായ കേട്ടോ കുടിക്കാറ്. പിന്നെ വേഗം പോയിട്ട് പശുവിനൊന്ന് മാറ്റി കെട്ടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റബ്ബർ തൊടിയിലായിരുന്നു കെട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ രാവിലെ ആയിട്ടുള്ള ഉള്ളെങ്കിലും വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ക്ലൈമറ്റ് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ. അപ്പോൾ മുളക് പൊടിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് മുളക് വെയിലത്ത് ഇടണമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ പാറയിലാണ് കേട്ടോ മുളക് ഉണക്കാനായിട്ട്. നല്ല വെയിലാണ് കേട്ടോ. രാവിലെ ആണെങ്കിൽ കൂടി നല്ല വെയിലാണ്. കാല് തന്നെ നല്ല ചൂടെടുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണക്കാനൊക്കെ ഇടണമെങ്കിൽ ഈ ഒരു പാറയിലാട്ടോ കേട്ടോ. നല്ല വെയിൽ അടിക്കണ കാരണം കൊണ്ട്. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ശേഷം മുളകാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണക്കാനിട്ട് അതിൻ്റെ അവിടെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിരിക്കുന്നത്. വേറെ ഒന്നും പക്ഷികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പേടിക്കുമല്ലോ ജസ്റ്റ് വെച്ചാണ് കേട്ടോ. പിന്നെ ചുറ്റും കല്ലൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. പാറി പോകാതിരിക്കാൻ, നല്ല കാറ്റാണല്ലോ. പാറിപ്പോയി എന്ന് പറഞ്ഞാൽ തിരിച്ച് ഞാൻ തന്നെ പെറുക്കിയെടുക്കണം എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില പൊട്ടിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കടുവറക്കുന്ന സമയത്ത് ഓടിപ്പോയി പറിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടോ. അപ്പോൾ കുറച്ച് ഇതുപോലെ സമയം കിട്ടുമ്പോൾ നമ്മൾ പറിച്ചൊരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചോ, നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കുകയല്ലേ വേണ്ടുള്ളൂ. അത് വിചാരിച്ചിട്ട് അതൊന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ കുറച്ച് വിറക് പീസ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു കേട്ടോ അടുപ്പിൻ്റെ സൈഡിലേക്കായിട്ട്. അപ്പോൾ വിറക് മുറുകണതിൻ്റെ ഇടയിൽ കറക്റ്റ് ഒരെണ്ണം എൻ്റെ തലൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു, എന്താ ജസ്റ്റ് മിസ്സ്. പിന്നെ ആ പണിക്ക് കഴിഞ്ഞപ്പോൾ നമുക്ക് പാലെടുക്കാനുള്ളൊരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേ ഓർത്ത് ആസിഡ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന്. ഇത് ബ്രൗൺ കളർ ആസിഡ് ആട്ടോ ഞങ്ങൾ യൂസ് ചെയ്യണത്. അതാകുമ്പോൾ നല്ല വീര്യം കൂടിയ ടൈപ്പാണ്. അപ്പോൾ ഇതാണ് ഔസ് വരുന്നത് കേട്ടോ. ഇതിലൊരു ഔസ് നമ്മൾ എടുത്തതിന് ശേഷം ബാക്കി വെള്ളം മിക്സ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഷീറ്റ് അടിക്കാൻ ഉപയോഗിക്കാറ്. അങ്ങനെ അത് ഒഴിച്ച് വെച്ച് അതിലോട്ട് വെള്ളം മിക്സ് ചെയ്യാണ് കേട്ടോ ചെയ്യണത്. പിന്നെ വേഗം പോയി ഡ്രസ്സൊക്കെ മാറ്റി എടുക്കാൻ പോകാൻ വേണ്ടിയിട്ടോ. അതായത് നമ്മൾ വേറെ ഡ്രസ്സ് ഇട്ടെന്ന് പറഞ്ഞാൽ അതിൽ പാൽക്കറി ആയാൽ പോവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പാലെടുക്കുമ്പോൾ എപ്പോഴും ഒരേ ഡ്രസ്സ് തന്നെയാണ് യൂസ് ചെയ്യുക. അതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല, നമ്മുടെ ഡ്രസ്സിൽ എന്തായാലും വിഷയമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പാലൊക്കെ എടുത്ത് വന്നു. പിന്നെ ഉറവിച്ച് വെക്കാനുള്ളൊരു തയ്യാറെടുപ്പായിരുന്നു കേട്ടോ റബ്ബർ പാൽ. അപ്പോൾ അങ്ങനെ ഒരു ഔസ് ആസിഡ് എടുത്തിട്ട് നമ്മൾ 1 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുക കേട്ടോ. അതിലോട്ടാണ് നമ്മൾ 2 കപ്പ് പാല്, നമ്മൾ റബ്ബർ പാലുണ്ടല്ലോ അത് ഒഴിക്കണം. അപ്പോൾ ഇത് 3 കൂടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഡിഷിലേക്ക് ഒഴിച്ച് വെക്കുന്നത്. അരിച്ചതിന് ശേഷം കേട്ടോ ഒഴിച്ച് വയ്ക്കുക. നമ്മളിപ്പോൾ ഇതിപ്പോൾ ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പാലെടുത്ത് കഴിഞ്ഞ് ഈ ഒരു പാൽ ഒഴിച്ച് വെക്കണത് ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സെറ്റാകുമ്പോൾ എങ്ങനെ വൈകുന്നേരം ആവും കേട്ടോ. നമുക്ക് അപ്പോഴേ ഷീറ്റ് അടിച്ചിട്ട് വരാൻ പറ്റുകയുള്ളൂ. നമ്മളിപ്പോൾ ഈ ആസിഡും പാലും വെള്ളം കൂടിയിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്ത് നമ്മൾ അരിച്ചിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് ഒഴിച്ച് വെച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഈ ആസിഡ് ആ ഒരു ഡിഷിൽ പാലായിട്ട് നല്ല സെറ്റായിട്ട് കറക്റ്റ് ഷീറ്റിൻ്റെ ആ ഒരു ഇതിൽ വരും കേട്ടോ, സൈസിൽ വരും. നമ്മുടെ വെള്ളം അടിയിൽ നിൽക്കും. അപ്പോൾ നമുക്ക് എടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പറഞ്ഞാൽ അങ്ങനെ വന്നോളൂ കേട്ടോ, നല്ല കട്ടിക്ക്. പിന്നെ നമ്മളത് മെഷീൻ ഉപയോഗിച്ചിട്ട് ഒരു ഷേപ്പിൽ, ഒരു നല്ല ആ ഒരു വീതിയിൽ നീളത്തിൽ നമ്മൾ ഷേപ്പിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പാല് ഒഴിച്ച് വയ്ക്കണ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. റബ്ബർ പാലൊക്കെ അരിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ പൊടിയൊന്നും പെടണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മൂടി വയ്ക്കുകയെന്ന് പറഞ്ഞാൽ ആ ഒരു മുകൾ ഭാഗം മാത്രമേ വരുള്ളൂ കേട്ടോ. ബാക്കി സൈഡൊക്കെ ഉണ്ടാവും. അതിലിപ്പോൾ എന്തെങ്കിലും പൊടി പെടുകയാണെങ്കിൽ പെടും, അത്രയേ ഉള്ളൂ. എന്നാലും മേലെ കൂടുതൽ പെടുമല്ലോ, അത് വെച്ചിട്ടോ അങ്ങനെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മുടെ പാലിൻ്റേതായ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഉച്ചയായിട്ട് നല്ല വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറായിരുന്നു ഉണ്ടായിരുന്നത്. ചോറും മോരുകറിയായിരുന്നു കേട്ടോ. മോരുകറി എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമില്ല, എന്നാലും ഇത്തിരി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ വഴുതനങ്ങ ഉപ്പേരിയായിരുന്നു വരുന്നുണ്ടായിരുന്നത്. പിന്നെ ഉപ്പിലിട്ട മാങ്ങയായിരുന്നു കേട്ടോ. ഞാനിത് ഉപ്പിലിട്ട മാങ്ങ എന്തിനാന്ന് വെച്ചാൽ അച്ചാറിടാൻ വേണ്ടി ഉപ്പിലിട്ട് വെച്ചായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഞാൻ തന്നെ എടുത്തെടുത്ത് കഴിയുന്ന തോന്നുന്നു. അച്ചാർ ഇടേണ്ടിയൊന്നും വരില്ല തോന്നുന്നു കേട്ടോ. പിന്നെ മാങ്ങച്ചാറായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ കേട്ടോ, വീട്ടിലുണ്ടാക്കിയതല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്